കോട്ടയം. കേരളത്തിലെ ജില്ലകളിൽ അറബിക്കടലുമായോ അന്യ സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്ത ഏക ജില്ലയാണ് കോട്ടയം. കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ലയാണ് കോട്ടയം. 3 എല്ലുകളുടെ നാട്, അതായത് ലാറ്റക്സ്, ലെറ്റേഴ്സ്, ലേക്സ് എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണമാണ് കോട്ടയം. 1989 അൽഫോൺസ് കണ്ണന്താനം കോട്ടയം കളക്ടറായിരിക്കെയാണ് ഈ നേട്ടം കൈവരിച്ചത്. കേരളത്തിലെ അക്ഷര നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. ധാരാളം പ്രസാധനശാലകളുടെ ആസ്ഥാനമായതിനാലാണ് കോട്ടയത്തിന് ഈ വിശേഷണം കരഗതമായത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ KG ബാലകൃഷ്ണൻ കോട്ടയം ജില്ലക്കാരനായിരുന്നു. സുപ്രീം കോടതിയുടെ 37ാമത്തെ ചീഫ് ജസ്റ്റിസായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ലയാണ് കോട്ടയം. കോട്ടയം ജില്ലയിൽ വേമ്പനാട് കായലിലാണ് ഏഴുമാൻ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. ഷഡ്കാല ഗോവിന്ദമാരാരുടെ ജനനസ്ഥലം കോട്ടയം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കിൻഡർ ഗാർട്ടൻ സ്ഥാപിച്ച നഗരം കോട്ടയമാണ്. കേരളത്തിലെ ആദ്യത്തെ ത്വക്ക് ബാങ്ക് സ്ഥാപിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. പ്രശസ്ത ശാസ്ത്രജ്ഞനായ ECG സുദർശൻ ജനിച്ച പള്ളം എന്ന സ്ഥലം കോട്ടയം ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കോട്ടയം. കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ പക്ഷി സങ്കേതമാണ് കുമരകം. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയമാണ്. ഉഴവൂർ എന്ന സ്ഥലത്താണ് KR നാരായണൻ ജനിച്ചത്. വേമ്പനാട് കായലിന്റെ തീരത്താണ് കുമരകം സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം CMS കോളേജ് 1865 മലയാള നിഘണ്ടു പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൽ ആയിരുന്നത് റിച്ചാർഡ് കോളിൻസ് ആയിരുന്നു. പേട്ടതുള്ളലിന് പ്രസിദ്ധമായ എരുമേലി കോട്ടയം ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നിയമ സാക്ഷരതാ പട്ടണമാണ് ചങ്ങനാശ്ശേരി. ഇന്ത്യയിലെ ആദ്യത്തെ ഉത്തരവാദിത്ത വിനോദസഞ്ചാര കേന്ദ്രം കുമരകമാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത ടൂറിസം കേന്ദ്രമാണ് കുമരകം. മരമല വെള്ളച്ചാട്ടം കോട്ടയം ജില്ലയിലാണ്. മുൻ കേരള മന്ത്രി KM മാണിയുടെ സ്മാരക മന്ദിരം പണികഴിപ്പിക്കാൻ തീരുമാനിച്ചത് പാലായിലാണ്. കോട്ടയം ജില്ലയിലെ പ്രധാന നദിയാണ് മീനച്ചിലാർ. ബഹിരാകാശ യാത്രയ്ക്ക് ടിക്കറ്റ് ലഭിച്ച ആദ്യ കേരളീയനാണ് സന്തോഷ് ജോർജ് കുളങ്ങര. കോട്ടയം പട്ടണത്തിന്റെ സ്ഥാപകനായ വടക്കൻ ഡിവിഷന്റെ പേഷ്കാരാണ് T. രാമറാവു. 1878 കോട്ടയം പട്ടണം സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യയിൽ ജനിച്ച് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിതയാണ് അൽഫോൻസാമ്മ. 2008 അവർ ഈ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്. കേരളത്തിലെ ആദ്യത്തെ തദ്ദേശീയ അച്ചുകൂടമായ സെന്റ് ജോസഫ് പ്രസ് സ്ഥാപിക്കപ്പെട്ടത് മാനാനത്താണ്. മലയാളി മെമ്മോറിയലിന് തുടക്കം കുറിച്ച പബ്ലിക് ലൈബ്രറിയാണ് കോട്ടയം പബ്ലിക് ലൈബ്രറി. കോട്ടയത്തിന്റെ കഥ എന്ന പുസ്തകം രചിച്ചത് ജസ്റ്റിസ് KT തോമസ് ആണ്. കേരളത്തിൽ സമ്പൂർണ്ണ സാന്ത്വന പരിചരണ ജില്ല എന്ന നേട്ടം കൈവരിച്ച ജില്ല കോട്ടയമാണ്. മലയാളത്തിൽ ആദ്യമായി ബൈബിൾ പ്രസിദ്ധീകരിച്ചത് കോട്ടയത്തു നിന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഉൾനാടൻ തുറമുഖമാണ് നാട്ടകം. ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടത് കോട്ടയത്താണ്. കേരളത്തിലാദ്യമായി സ്കൗട്ട് പ്രസ്ഥാനം ആരംഭിച്ച സ്കൂളാണ്
കോട്ടയം CMS ഹൈസ്കൂൾ. വൈസ് ചാൻസലർ പദവിയിലെത്തിയ ആദ്യത്തെ മലയാളി വനിതയാണ് ഡോക്ടർ ജാൻസി ജെയിംസ്. MG യൂണിവേഴ്സിറ്റിയിലാണ് അവർ ഈ പദവി വഹിച്ചത്. മിസ് ഇന്ത്യ പട്ടം നേടിയ ആദ്യ മലയാളിയാണ് പാർവതി ഓമനക്കുട്ടൻ. 2008 അവർ ഈ നേട്ടം സ്വന്തമാക്കിയത്. ചുമർചിത്ര നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ നഗരമാണ് കോട്ടയം. ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ പ്രഥമ രാജ്യാന്തര തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ. ഇത് എറണാകുളം ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായി ഒരു സർക്കാർ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. STD സംവിധാനത്തിലൂടെ സംസ്ഥാന തലസ്ഥാനവുമായി ബന്ധിക്കപ്പെട്ട ആദ്യത്തെ ജില്ലാ ആസ്ഥാനമാണ് കോട്ടയം. ഹൈറേഞ്ചിലേക്കും കുട്ടനാട്ടിലേക്കുമുള്ള കവാടം എന്നറിയപ്പെടുന്നത് ചങ്ങനാശ്ശേരിയാണ്. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് പനച്ചിക്കാട് ക്ഷേത്രം. കോട്ടയം ജില്ലയിലെ രാമപുരത്ത് ജനിച്ച പ്രശസ്ത കവിയാണ് രാമപുരത്ത് വാര്യർ. ഇദ്ദേഹമാണ് വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. കോട്ടയത്തെ തിരുവിതാംകൂറിന്റെ ഭാഗമാക്കിയ രാജാവാണ് മാർത്താണ്ഡവർമ്മ. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ നോവലുകൾ എഴുതിയത് മുട്ടത്ത് വർക്കിയാണ്. അഖില കേരള ബാലജന സഖ്യം രൂപവൽക്കരിച്ചത് KC മാമ്മൻ മാപ്പിളയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച പട്ടണം എന്ന നേട്ടം കോട്ടയം കൈവരിച്ചപ്പോൾ കളക്ടറായിരുന്നത് അൽഫോൻസ് കണ്ണന്താനമായിരുന്നു. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന GV രാജ ജനിച്ച സ്ഥലം പൂഞ്ഞാറാണ്. സിസ്റ്റർ അൽഫോൻസയുടെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയാണ് ഭരണങ്ങാനം സെന്റ് മേരീസ് പള്ളി. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ആസ്ഥാനം കോട്ടയമാണ്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതിയാണ് തകഴിയുടെ കഥകൾ. DC ബുക്സിന്റെ ആസ്ഥാനം കോട്ടയമാണ്. DC ബുക്സ് ആദ്യം പ്രസിദ്ധീകരിച്ച പുസ്തകം മലയാളം ശൈലീ നിഘണ്ടുവാണ്. ലേബർ ഇന്ത്യ പബ്ലിക്കേഷൻസിന്റെ ആസ്ഥാനം മരങ്ങാട്ടുപള്ളിയാണ്. ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കോളജിക്കൽ സയൻസസ് വെള്ളൂരിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അഘോരമൂർത്തി എന്ന ചുമർചിത്രം കാണുന്നത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആസ്ഥാനം കോട്ടയത്ത് ദേവലോകം അരവനയാണ്. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ സമയത്ത് തിരുവിതാംകൂറിന്റെ വടക്കേ അതിരായി പരാമർശിക്കുന്ന നദി കവണാറാണ്. ഇത് ഇപ്പോഴത്തെ മീനച്ചിലാറാണ്. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണമായ പാറമേക്കാൽ തോമാക്കത്തനാരുടെ വർത്തമാന പുസ്തകം പ്രസിദ്ധീകരിച്ചത് കോട്ടയത്ത് നിന്നാണ്.